ഇന്നൊരു വ്ളോഗ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു കേട്ടോ. അവസാനം അതിനൊരു തീരുമാനമായി. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെൻസിൽവേനിയയിലെ ജിം തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. ഒരു കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പം എൻ്റെ സൗണ്ട് കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ ആ സ്ഥലം കണ്ടിട്ടില്ല. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജിം തോർപ്പ് കാണാൻ പോവാണ്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള വലിയ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. അവര് പോയിട്ടില്ല. അപ്പോൾ ഇപ്പം വീട്ടിൽ വിളിച്ചപ്പോഴത്തേനും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അഞ്ജലി വരുന്നുണ്ട്. സോ അങ്ങനെയാണ് പെട്ടെന്നാണ് ഞാനൊരു വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. വിപിനുണ്ട്. വിപിൻ ഈസ് ഡ്രൈവിംഗ്. കുച്ചോടെ കുച്ചു മോൻ കാണിക്കാൻ കുച്ചിന് താല്പര്യമില്ല. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. നമുക്കിനി ഒരു ഹായ് പറ. ഓക്കെ, കൊച്ചിനെ കാണാം. അപ്പം നമുക്ക് ജിം തോർപ്പിൽ എത്തിയിട്ട് ജിം തോർപ്പിലെ കാഴ്ചകൾ കാണാം. എത്രത്തോളം എക്സ്പ്ലോറേഷൻ നടക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ സമയം 11 മണിയായി. 1 ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഹായ് പറ. കഴിഞ്ഞ വർഷം ഞങ്ങൾ പൊക്കാനോ മൗണ്ടൻസിൽ ജിം തോർപ്പിൽ പോയപ്പോണ്ടല്ലോ, ഇതേപോലെ പൊക്കാനോ മൗണ്ടൻസ്, ഈ കാണുന്ന പച്ച മലനിരകളാണ് പൊക്കാനോ മൗണ്ടൻസ്. പൊക്കാനോ മൗണ്ടൻസ് കാണിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ഈ മലനിരകളെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടക്കും എന്നൊക്കെ ഞാൻ വലിയ ഡയലോഗൊക്കെ അടിച്ച് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അതേ ഡയലോഗ് ഞാൻ വീണ്ടും ചോദിക്കുന്നു. യെസ്, ഈ ലീഹൈ ടണലിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ മലനിരകളെ തുരന്നങ്ങ് പുറത്ത് പോവുകയാണ്. കഴിഞ്ഞ വർഷം ഇതുവഴി പോയപ്പോഴല്ലോ, ഇതിലോട്ട് കയറിയപ്പം കുച്ചു ഭയങ്കര കൂവലും അലർച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു. ഇത്തവണ അവന് 1 വയസ്സും കൂടെ കൂടിയല്ലോ, അതിൻ്റെ ഒരു പക്വതയൊക്കെ ഉണ്ട്. അവൻ്റെ വായുന്ന ഒരു അക്ഷരം പോലും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം. എന്ത് പെട്ടെന്നല്ലേ പിള്ളേർ വളരുന്നതിൽ നമുക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ വരും പേരൻസിന്. അവൻ വളർന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം, അയ്യോ വളർന്നു പോകാമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളത് സങ്കടവും. എനിവേ, മലനിരകളെ നമ്മൾ തുരന്നുകൊണ്ട് ഇവിടെ പുറത്ത് ചാടിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ബിബിൻ്റെ ഒരു വലിയൊരു ആഗ്രഹം പറയുകയാണ് കേട്ടോ. വല്ലാത്തൊരു ആഗ്രഹമാണേ. കറണ്ടും ഫോണും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് എവിടെയെങ്കിലും ഒരാഴ്ച ഇങ്ങനെ ഏകാന്തമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കണമെന്ന്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ബിബിന് നല്ല താല്പര്യമുള്ള സ്ഥിതിക്ക് പോയി താമസിച്ചോട്ടെ അല്ലേ. ഒരു നല്ല ക്ലൈമറ്റാണ്, വെയിലും ഇല്ല എങ്കിൽ നല്ല എന്താ പറയുക, നല്ല ഒരു പ്ലസൻറ്റ്, നല്ല വെയിലില്ലാത്ത പ്ലസൻറ്റ് ക്ലൈമറ്റ് ആണ്. നമുക്ക് നല്ല സുഖമായിട്ട് നടക്കാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റ്. ഞാൻ താമസിക്കുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ട് പെൻസിൽവേനിയനെ പൊക്കി പറയുന്നതല്ല കേട്ടോ. എങ്കിലും ഞാൻ ഇത്രയും നാളും സഞ്ചരിച്ചതും കണ്ടതുമായിട്ടുള്ള അമേരിക്കൻ സ്റ്റേറ്റുകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റേറ്റ് പെൻസിൽവേനിയയാണ്. ഫുൾ ഓഫ് ഗ്രീനറീസ്. എവിടെ പോയാലും കുറേ പച്ചപ്പും കുറേ ഫാമുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓൾ ടുഗദർ എനിക്കിവിടുത്തെ താമസം നല്ല ഇഷ്ടപ്പെട്ടു. ഇതിനു മുന്നേ ഞങ്ങൾ ക്ലീവ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നല്ലോ. അവിടെ നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേട്ടോ, ഒഹായോ സ്റ്റേറ്റ്. പക്ഷേ പെൻസിൽവേനിയ അങ്ങനെയല്ല, നല്ല ഗ്രീനറീസും ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എനിക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട്, കുറച്ച് മനുഷ്യരൊക്കെ കണ്ട് അല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഏകാന്തതയോ എന്തോ ഒറ്റപ്പെട്ട ഒരു ഫീൽ വരും. കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ. നമ്മളപ്പോൾ ഇതാ ജിം തോർപ്പിലോട്ട് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുവാണ്. ജിം തോർപ്പിനെ ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് ഓഫ് അമേരിക്ക എന്നാണ് കേട്ടോ പറയാറ്. അങ്ങനെ ഇതാ നമ്മൾ അവസാനം ജിം തോർപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ജിം തോർപ്പിലെ സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. പണ്ടത്തെ മോഡലിലുള്ള ഈ ഒരു ട്രെയിൻ, ഇവിടുത്തെ ഈ ട്രെയിൻ സിസ്റ്റം, റെയിൽവേ സ്റ്റേഷനൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ കൽക്കരി ഖനനം ഇവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. ഇപ്പം ഇവിടെ ഈ ട്രാവൽ പാസഞ്ചർ ട്രെയിനായിട്ടാണ് ഇത് യൂസ് ചെയ്യാറ്. ജിം തോർപ്പിൽ നിന്ന് റീഡിംഗ് പെൻസിൽവേനിയ എന്ന് പറഞ്ഞ സ്ഥലം വരെ ഈ ട്രെയിൻ ഉണ്ട് കേട്ടോ. എന്തായാലും കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിനിൽ കയറിയിട്ട് പൊക്കാനോ മൗണ്ടൻസിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തായിരുന്നു. അതൊരു ഫണ്ണായിരുന്നു. ഇത്തവണ അത് വേണ്ടെന്ന് വെച്ചു. എന്തോ ഒരു എക്സ്പീരിയൻസ് ആയല്ലോ. എപ്പോഴും സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ എന്താണ് ഒരു പുതുമയുള്ളത്. ഇവിടെ എത്തി, കാറ് പാർക്ക് ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പെയ്ഡ് പാർക്കിംഗ് ആണ് ഇവിടെ. അപ്പം ബിബിൻ കാർ പാർക്കിങ്ങിന്റെ പേയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുച്ചുൻ എന്താ പറയുക. അപ്പം ഞങ്ങൾ ആദ്യമേ കാർ പാർക്ക് ചെയ്തെടുത്ത് $15.
ഇപ്പം വേറൊരു സ്ഥലം വിപിൻ തപ്പി പോയിട്ടുണ്ട്. അവിടെ ഒരു $10 ഉള്ളൂ. വെറുതെ എന്തിനാ $5 കളയുന്നത്? ഓരോ ഡോളറുകളും വിലപ്പെട്ടതാണ്. നമ്മൾ വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇപ്പം ഞാനും കൊച്ചും കൂടെ നടന്നു വരാമെന്ന് പറഞ്ഞു. വിപിൻ അവിടെ പോയിട്ട് മറ്റേ സ്ഥലത്ത് പാർക്കിംഗ് കിട്ടുമെന്ന് നോക്കട്ടെ. അതാണ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ, ജിം തോർപ്പിൽ ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് വരുന്നത്. ഞങ്ങളിവിടെ ഒരു തവണ ഇവിടെ ഒരു എന്താ പറയുന്ന വാട്ടർ തീം പാർക്കുണ്ട്, അവിടെ ഞങ്ങളൊരു തവണ വന്നായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വേറൊരു എൻ്റെ ചൈനീസ് ഫ്രണ്ടുണ്ട്, പുള്ളിയും ഫാമിലിയായിട്ട് ഞങ്ങളിവിടെ റാഫ്റ്റിങ്ങിന് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 4ാമത്തെ തവണ വരുന്നത്. പിന്നെ ഞങ്ങളിവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യം ഒരു വർഷം മുന്നേ ഒരു ജിം തോപ്പ് വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനൊക്കെ കയറി. ബോസ് ഫ്രണ്ട്. അപ്പം ഞങ്ങൾ യെസ് ഞാൻ ഒരു മിനിറ്റ് പൊന്ന. അലക്സ് യെസ് നീമോ കഴിഞ്ഞ ഇന്നലെ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒത്തിരി പേര് ജിം തോർപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ പാക്ഡ് ആയിരുന്നു. കാർ പാർക്കിംഗ് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. സെറ്റ് ഓഫ് ഫ്രണ്ട്സ് വരാനായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ വെയിറ്റിങ്ങും പാർക്കിങ്ങും മാത്രമേ നടക്കുന്നുള്ളൂ. 1 മണിക്കൂറായിട്ട് പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. മനു വിളിക്കുന്നു, ഒരു സെക്കൻഡ്. അങ്ങനെ ഞങ്ങളുടെ ഫുൾ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മനു ആൻഡ് വൈഫ് അനു, പിന്നെ ഷാജോ ചേട്ടൻ, ചേച്ചി, 2 പിള്ളേർ. ഇത്രയും പേരുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത്തവണത്തെ ഞങ്ങളുടെ ജിം തോർപ്പ് എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ജിം തോർപ്പിൽ കൂടെ ഈ ഒരു വൈബിൽ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അമേരിക്കയിൽ ഇങ്ങനെ യൂറോപ്യൻ സ്റ്റൈലിലെ ബിൽഡിംഗ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഞാൻ ഒത്തിരി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. എങ്കിലും പക്ഷേ ജിം തോർപ്പിൽ കണ്ടില്ലേ നിങ്ങൾ ആ റെഡ് ബിൽഡിങ്ങും ഈ ഒരു ടൗണിൽ ഫുള്ളും ഇങ്ങനത്തെ നമ്മുടെ പണ്ടത്തെ വിക്ടോറിയൻ സ്റ്റൈൽ ഓഫ് ബിൽഡിങ്സ് ആണ് ഇവിടെ ഉള്ളത്. കാശ് മുടക്കി ഒറ്റൊരു സാധനം പോലും മേടിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു കേട്ടോ. ഈ ഒരു മനുഷ്യനെ കണ്ടോ, ഈ പുള്ളി ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സാധനങ്ങൾ മേടിച്ച് വെറുതെ പൈസ കളയുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും തീരെ യോജിപ്പില്ലായിരുന്നു. അത് കാരണം തന്നെ ഒരു കടയിൽ പോലും ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ബസ് റൈഡൊക്കെ ഉണ്ട്. ബസ് റൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇവർ ഈ ടൗൺ മൊത്തം നമ്മളെ ഈ ബസ്സിൽ ചുറ്റി കാണിക്കും. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് 2 കാലുമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം 1-2 കിലോമീറ്ററൊക്കെ ഇതുവഴി അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് സ്കെലിറ്റൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു വീടും പിന്നെ ഒരു മൗണ്ടൻ്റെ ചെറിയൊരു ഭാഗവും സ്കെലിറ്റൻസിന് വേണ്ടി മാറ്റിവെച്ചത് ഞങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ ഹാലോവിനൊക്കെ വരുമല്ലോ. ഹാലോവിനൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെ മൊത്തം സ്കെലിറ്റനുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പം ഈ സ്കെലിറ്റൻസിന് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് ഡാൻസ് പാട്ടുമൊക്കെ ആയിരിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ വർഷം ഞാൻ ഇതുവഴിയൊക്കെ വന്നപ്പോഴേ ഞാൻ ബിബിനോട് പറഞ്ഞു നമുക്ക് ഇങ്ങോട്ട് താമസിക്കാം, ഇവിടെ എന്തൊരു രസമാണ്, ഇങ്ങനത്തെ ബിൽഡിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷേ നമ്മുടെ ജോലി സ്ഥലത്തോട്ട് കമ്മ്യൂട്ട് ചെയ്യാനൊന്നും അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അത് കാരണം തന്നെ തൽക്കാലം ഞങ്ങൾ താമസം മാറുന്നില്ല കേട്ടോ, വെറുതെ പറയാമല്ലോ. ജിം തോർപ്പ് ടൗണിൽ കൂടെ ഏകദേശം 1 മണിക്കൂറോളം നടന്നു കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല. മൗണ്ടൻ കയറി ആ കാണുന്ന ആ വീടിൻ്റെ അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചു കേട്ടോ. നല്ല രസമുള്ള സ്ഥലം. അവസാനം ഒരു കാര്യത്തിന് തീരുമാനമായി. ഞങ്ങൾ എന്ത് തീരുമാനിച്ചെന്നോ, ഇനി നേരെ പോയെങ്കിൽ ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ചോറും കറിയും ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്ന് പോട്ട്ലക്ക് പോലെ. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം തപ്പിപ്പിടിച്ച് നടക്കുമായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അവസാനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച പോലെ ദേണ്ട ഇവിടെ ഒരു ഡൈനിങ് ടേബിളും എല്ലാമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് സെറ്റിങ്സ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ ഇരുന്ന് ലാവിഷായിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ദേണ്ട പിള്ളേർക്ക് ഊഞ്ഞാലാടാനായിട്ടുള്ള കുറേ ഊഞ്ഞാലുകളൊക്കെ ഇവിടെ കണ്ടു. പിള്ളേരും വലിയവരും എല്ലാവരും മാറി മാറി കുറേ നേരം ഇവിടെ ഊഞ്ഞാലൊക്കെ ആടി. ഇനി അടുത്ത നമ്മുടെ ഹൈക്കിംഗ് പരിപാടിയാണല്ലോ ഉള്ളത്, അതിലോട്ട് കിടക്കാം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ ഹൈക്കിങ്ങിന് പോവാണ്. നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലം ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടുന്ന് തൊട്ടും ബാക്ക് സൈഡിലായിട്ടൊരു വലിയൊരു മലയുണ്ട്. അപ്പോൾ ദാറ്റ്സ് മൈ ഹൈക്കിംഗ് ടീം. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഹൈക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഗോയിങ്. ആ മല കയറി ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ 2 വീടുകൾ, എന്തൊരു രസമാണ്. ഐ റിയലി ലൈക്ക് ടു ലിവ് ഇങ്ങനത്തെ വീടുകളിൽ. സൂപ്പർ. അവിടെ മലനിരകളാണ്. ഇനി ഞങ്ങൾ മുകളിലോട്ട് ഹൈക്കിംഗ് ചെയ്ത് പോകാൻ പോവാം.
അങ്ങനെ കുറച്ച് ഹൈക്കിങ് ചെയ്ത് ഞങ്ങൾ കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ എങ്ങനെയാണെന്ന് കാണട്ടെ. There's something moving in the tunnel. The trees are so good. See my hiking team. മരങ്ങളല്ലേ, മരങ്ങൾ ബ്യൂട്ടിഫുള്ളാ, ബ്യൂട്ടിഫുൾ ട്രീസ്. ഇതിൻ്റെ താഴോട്ട് അവിടെ മൊത്തം ഇറ്റ്സ് എ സിറ്റി ടൗൺ. താഴെ വീടുകളുണ്ട്. അപ്പം ഞങ്ങളിവിടെ എനിക്ക് കുച്ചുവിനും നമ്മള് കുച്ചുവിൻ്റെ സ്റ്റിക്ക് കാണിക്കും. ഞങ്ങൾ രണ്ടും നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും ഈ വൺ സ്റ്റിക്ക്. അപ്പം എൻ്റെ സ്റ്റിക്ക് കണ്ടുപിടിച്ച് തരിക എന്നുള്ളത് കുച്ചുവിൻ്റെ ഉത്തരവാദിത്തമാണ്. കുച്ചു എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച സ്റ്റിക്കാണിത്. അത് അമ്മയുടെ സ്റ്റിക്ക് കുച്ചു. അത് സ്മോളാ, ഇത് അമ്മയുടെ ബിഗ്. And this is a beautiful trail here. See, ഇങ്ങനെ നല്ല പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്തൊരു സന്തോഷമാണെന്നറിയാം. ഫുൾ ഓഫ് ഗ്രീനറീസ്. എന്ത് പറയുന്ന ഒരു നല്ല ഈ തളിര് ഇലയുടെ പച്ച കളറില്ലേ, അങ്ങനത്തെ ഒരു പച്ച കളറാണ്. സോ ബ്യൂട്ടിഫുൾ. ഹലോ, എ ഫാമിലി ഓഫ് ഡിയേഴ്സ്. നമ്മളിങ്ങനെ നടന്ന് വരുമ്പം ഇവിടെ ഞങ്ങൾ കണ്ടത് there's a family of deers, maybe a father, mother and their baby deer. Hiking team is walking. അതിൽ എൻ്റെ കുച്ചുവിന് ഈ മാനുകളെ ഓടിച്ച് കളയുന്ന പരിപാടിയുണ്ട്. അവന് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാനുകളെ ഓടിച്ച് മാനെല്ലാം ഓടിപ്പോയി. Flew away, run away. It's a nice trail ആണ് എനിക്ക് തോന്നുന്നു. More trail is there. Come. Okay. Come. Yes. Following you. Go. 4, 2, 3 steps. Yeah, shells. ഞങ്ങളിപ്പോൾ ഉള്ളത് ജിം തോർപ്പിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റിലാണ്. ദിസ് ഈസ് ദ പ്ലേസ് വെയർ എവരിബഡി കം ആൻഡ് സിറ്റ് ആൻഡ് ഹാവ് ഗുഡ് ഫുഡ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടുന്ന് ഐസ്ക്രീം മേടിച്ചായിരുന്നു. സോ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഐസ്ക്രീം നൗ. വി ഹാഡ് എ വണ്ടർഫുൾ ടൈം ഇൻ ജിം തോർപ്പ്. അങ്ങനെ എല്ലാ ആഘോഷ പരിപാടികൾക്ക് ശേഷം ഞങ്ങളിതാ ജിം തോർപ്പിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഞാനും ബിബിനും കുച്ചും മാത്രമായിട്ടാണ് വന്നത്. ഇത്തവണ ഞങ്ങൾ വന്നപ്പം നമ്മൾ കുറേ പേരായിട്ടാണല്ലോ വന്നത്. അതിന് വേറൊരു രസം തന്നെയാണുള്ളത്. നമ്മളൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു രസമാണല്ലേ. അങ്ങനെ ഒരു നല്ല ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഇനിയിപ്പം എൻ്റെ ഹൈക്കിംഗ് ടീം നമ്മളെല്ലാവരും കൂടെ ഞങ്ങളുടെ ഷജോ ചേട്ടനെയും രശ്മി ചേച്ചിനെയും വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇതിൻ്റെ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ പോയി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വീണ്ടും അവരുടെ വീടിനടുത്ത് നടക്കാനൊക്കെ പോയി. അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത് ജിം തോർപ്പിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ എപ്പോഴാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എനിക്കൊരു വൈബ് കിട്ടുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരും. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ. ടാറ്റ ബൈ.